വേണ്ടി ഇങ്ങനെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് സംഭവം നിങ്ങളെ ബൈബിളിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ വന്ന മുതൽ അഭിലാഷ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ബൈബിളിലെ കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹം. നമുക്കിവിടെ അതിനെപ്പറ്റി പറയാമോ? തീർച്ചയായും പറഞ്ഞോളൂ. എന്തൊക്കെയാണെന്നുള്ളത് പറയാം. താങ്കൾക്ക് അനുകൂലിച്ചും പറയാം, പ്രതികൂലിച്ചും പറയാം. നമ്മളിവിടെ കൃത്യമായിട്ട് ബൈബിൾ റെഫറൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ അതൊന്നും സംസാരിച്ചില്ല. താങ്കൾക്ക് ഈ ടൈറ്റിൽ വെച്ച് സംസാരിക്കാം. അപ്പോൾ താങ്കൾ പ്രതികൂലമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. അല്ലെങ്കിൽ താങ്കൾ അനുകൂലിച്ച് പറയുകയാണെങ്കിൽ എന്താണോ കാര്യം അത് നമ്മൾക്ക് സംസാരിക്കാം. യഹോവ വെടക്കാക്കി തനിക്കാക്കുന്നവൻ, താങ്കളുടെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും. ഈ യഹോവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ, പഴയ നിയമം പരിശോധിക്കുമ്പോഴാണ് ഈ പഴയകാല 10,000-3000 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഗോത്ര ജനതയായിരുന്ന യഹൂദന്മാരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഈ യഹോവ അവരുടെ ഗോത്ര ദൈവമായിരുന്നു. ഈ യഹോവയെ ആദ്യം വിളിക്കുന്നത് ഈ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് പഴയകാല ബൈബിൾ പുസ്തകങ്ങളിൽ വിളിക്കുന്നത്. അതിനുശേഷം ഈ ദൈവത്തിന് ഭയങ്കര വികാസം സംഭവിച്ചിട്ടുണ്ട് കാലങ്ങളിൽ. പിന്നെ അതിനുശേഷം പുള്ളി വളരെ കരുണാമയനായ ഒരു ദൈവമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ആദ്യം മുതലുള്ള ആ റെഫറൻസ് നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ യഹോവ എന്ന് പറയുന്ന കക്ഷിയെ മോശ മുതലുള്ള ആൾക്കാർ അവരുടെ ഈ മോശ എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഫിഗർ മുതൽ ഇങ്ങോട്ട് വളരെ പുകഴ്ത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ യഹോവ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് മനുഷ്യ സമൂഹത്തിന് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം ഈ യുദ്ധവും ഭീകരവാദവും കൊലപാതകവും പിന്നെ അതുപോലെ തന്നെ ചാരപ്രവൃത്തിയും പിന്നെ അതുപോലെ തന്നെ ഈ അടിമയാക്കലും, സ്ത്രീകളെ അടിമയാക്കലും, പിന്നെ അതുപോലെ തന്നെ രാജ്യങ്ങളെ പിടിച്ചടക്കലും, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊല്ലലും, അങ്ങനെ തുടങ്ങി ഒരു 100 കാര്യങ്ങൾ നമുക്ക് ഈ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് ഇങ്ങനെ നിവർത്തി വെക്കാൻ പറ്റും. ഈ യഹോവ ചെയ്തിട്ടുള്ളതും യഹോവയുടെ ജനമായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യം, യഹോവ പറയുന്നതും യഹോവ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പുരോഹിതർ പറയുന്ന കാര്യങ്ങളുമാണ് ഈ ഇസ്രായേലികൾ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അന്നത്തെ പഴയ കാല ഇസ്രായേലികൾ എന്ന് പറയുന്ന പഴയ നിയമ പുസ്തകത്തിന്റെ ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് ബൈബിൾ മൊത്തം ഈ പഴയ നിയമ പുസ്തകം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വചനങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ തീവ്രവാദം, ഭീകരവാദം നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഈ ഭീകരൻ എന്ന് പറയുന്ന ഒരു പദം ഒരിക്കലും നമുക്ക് മഹാഭാരതത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഭീകരൻ എന്ന് പറയുന്ന പദം നമുക്ക് രാമായണത്തിൽ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഭീകരൻ എന്ന് പറയുന്ന പദം, ഭീകരത, ടെറർ, ടെററിസ്റ്റ് എന്ന് പറയുന്ന പദം, ഭീകരർ, ടെററിസ്റ്റ് എന്ന് പറയുന്ന പദങ്ങൾ നമുക്ക് അനവധി പ്രാവശ്യം ബൈബിളിൽ കണ്ടെത്താൻ സാധിക്കും. സത്യത്തിൽ നമ്മൾ അന്തം വിട്ടുപോയി. ഈ ഭീകരത എന്ന് പറയുന്ന ലോകത്തൊരു സാധനം ഉണ്ടാക്കിയത് ഈ ബൈബിൾ കണ്ടിട്ടാണോ? ബൈബിളിൽ നിന്നാണോ ഈ ഭീകരതയ്ക്ക് ഭീകരത എന്ന് പറയുന്ന പേര് കിട്ടിയത്? എന്തുകൊണ്ട് ബൈബിൾ ഈ ഭീകരതയെ കുറിച്ച് സംസാരിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ആ വിധത്തിലാണ് ഭീകരതയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് യഹോവയുടെ ശത്രുക്കളായ ആൾക്കാരിൽ ഭീകരത ഉളവാക്കുന്നതെന്നും ആ ഭീകരത അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇടുന്നതെന്നും അവരെ നശിപ്പിക്കുന്നതെന്നും അവർക്ക് തീ വെക്കുന്നത് വരെ വളരെ വ്യക്തമായിട്ട്, അതായത് അവരുടെ സിറ്റികളിൽ, അവരുടെ നഗരങ്ങളിൽ എങ്ങനെയാണ് യഹോവയുടെ ആൾക്കാരെ അംഗീകരിക്കാത്ത നഗരങ്ങളിൽ തീ കത്തിക്കുന്നത് എങ്ങനെയാണ്, അവരെ വാളിനിരയാക്കുന്നത് എങ്ങനെയാണ്, അവരുടെ പുത്രിമാരെ എങ്ങനെ വാളിനിരയാക്കണം, അവരെ എങ്ങനെ റേപ്പ് ചെയ്യണം, അവരെ എങ്ങനെ കൊല്ലണം തുടങ്ങി എല്ലാ കാര്യങ്ങളും, അവരുടെ രാജ്യങ്ങളിൽ എങ്ങനെ ചാരവൃത്തി നടക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് റെഫറൻസ് മാത്രം വായിക്കാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പുറപ്പാട്, എക്സോഡസ് 23-27 അവിടെ പറഞ്ഞിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്, യഹോവ പറയുകയാണ്, ഐ വിൽ സെൻഡ് എ ടെറർ ആൻഡ് ത്രോ കൺഫ്യൂഷൻ. അതായത് യഹോവയുടെ എതിരാളികളായിട്ടുള്ള ജനങ്ങളിൽ പല ഗോത്രങ്ങളായിട്ടുള്ള ആൾക്കാർ മറ്റു പല ബിംബാരാധനകളാണ് അവർ നടത്തി വരുന്നത്. അവർ യഹോവയെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ഹൃദയങ്ങളിലേക്ക് യഹോവ എന്ത് ചെയ്യും? ടെറർ ഇട്ട് കൊടുക്കും, അതായത് ഭീകരവാദം ഇട്ട് കൊടുക്കും, അവരെ പരിഭ്രാന്തരാക്കും, അവരെ നശിപ്പിക്കും. അതിനുശേഷം അവരിലേക്ക് കൺഫ്യൂഷൻ, അതായത് അവരിൽ എന്തുണ്ടാക്കും? സംശയങ്ങൾ ഉണ്ടാക്കും. അതായത് അവരുടെ ദൈവങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കും, അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് സംശയങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അവരെ നശിപ്പിക്കും എന്ന് പറയുന്നൊരു ഭാഗമാണ് ബൈബിളിൻ്റെ പുറപ്പാട് പുസ്തകത്തിൽ 23-27 പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ അതൊന്ന് എടുക്കുകയാണ് കേട്ടോ, ഒന്ന് ക്ഷമിച്ച് നിൽക്കുക പ്ലീസ്. പുറപ്പാട് പുസ്തകം 23-27 ഞാൻ വായിക്കാൻ പോകുന്നത്.
ആ ഭാഗം പൂർണ്ണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ അവിടെ പറയുന്നതാണ്, ഒരു ജനതയെ നിങ്ങൾ ആക്രമിക്കാൻ പോകണം. ആ ജനതയെ, നിങ്ങൾ ഭൂമിയില്ലാതെ നടക്കുന്ന ആൾക്കാരാണ്. അതായത് ഇസ്രായേലുകൾ മരുഭൂമിയിൽ കൂടെ തെണ്ടി നടക്കുകയാണ്, ഭൂമിയില്ലാതെ. സ്വന്തമായിട്ട് ഭൂമിയില്ല, സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ഭൂമിയില്ല, പാർക്കാനിടമില്ലാതെ ഇങ്ങനെ നൊമാഡുകളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് ആടിനെയും മേച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഹോവ പറയുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, പക്ഷേ ഭൂമിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, അവരുടെ ഭൂമി തട്ടിയെടുക്കുക, അതിനുശേഷം നിങ്ങൾ അവിടെ പാർക്കുക, അതിനുവേണ്ടി ഡയറക്ഷൻ മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് യഹോവ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്നെത്തും മുമ്പേ, നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും, അവരിൽ സംഭ്രമം ജനിപ്പിക്കും, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകൾ അയക്കും, അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും. അതായത് ഹിത്യര്, കാനാന്യര്, ഹിവ്യർ തുടങ്ങി പല ജനതകൾ അധിവസിച്ചിരുന്ന ഭൂമി, അതായത് പല വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന ആൾക്കാർ അധിവസിച്ചിരുന്ന ഭൂമി കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഈ യഹോവയുടെ ജനത്തെ പറഞ്ഞയക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഡയറക്ഷൻ കൊടുക്കുകയാണ്. നീ അവരോട് ഏറ്റുമുട്ടാൻ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരെ തോപ്പിക്കും, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ ഭയം ഇട്ടുകൊടുക്കും. ടെറർ, ഐ വിൽ സെൻഡ് ടെറർ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ തീവ്രവാദം, ഭീകരവാദം അവരുടെ ഇടയിലേക്ക് ഞാൻ നടത്തും. അവരെ കടന്നലുകൾ അയച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് ഞാൻ കടന്നലുകൾ അയച്ചിട്ട് ആദ്യം അവരെ ശല്യപ്പെടുത്തും, അതിനുശേഷം അവരിലേക്ക് ഞാൻ എന്ത് ചെയ്യും? സംഭ്രമം ഇട്ട് കൊടുക്കും എന്ന് പറയുന്ന വചനമാണ് ഞാൻ ഈ വായിച്ചത്. എന്നിട്ട് പറയുന്നു, 20-ാമത്തെ വചനത്തിൽ പറയുന്നു, എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിങ്ങൾ തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വർഷം കൊണ്ട് ഒരിക്കലും ഈ ജനതയെ ഞാൻ ആ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുകയില്ല. പതുക്കെ പതുക്കെ തുടച്ചു നീക്കും. എന്തിനെന്ന് പറഞ്ഞാൽ, ഞാൻ പതുക്കെ പതുക്കെ തുടച്ചു നീക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ശല്യം ഉണ്ടാവില്ല. എങ്ങനെ ശല്യം ഉണ്ടാവില്ല? വന്യമൃഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. കാര്യം അവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ വന്യമൃഗങ്ങളെ തുരത്തും, നിങ്ങൾക്ക് വേണ്ടി തുരത്തും, അവരറിയാതെ നിങ്ങൾക്ക് വേണ്ടി തുരത്തും. പതുക്കെ 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 നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഭൂമികൾ കാർന്ന് പതുക്കെ പതുക്കെ എടുക്കണം. എന്നിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അവിടെ ഭാഗമാകണം. അതിനുശേഷം എന്ത് ചെയ്യണം? നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്ത്യൻ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. അതിനുശേഷം യഹോവ പറയുന്നു, പിന്നീട് നീ അവിടെ പാർത്തതിന് ശേഷം നിന്റെ അതിർത്തി ഉണ്ടല്ലോ, അത് ഞാൻ ചെങ്കടൽ, റെഡ് സീ മുതൽ ഫിലിസ്ത്യൻ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയും, മരുഭൂമി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ ഭാഗം, അവിടെ മുതൽ യൂഫ്രട്ടീസ് നദി വരെ എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ് യൂഫ്രട്ടീസ് നദി, അതുവരെയുമായിട്ട് ഞാൻ നിശ്ചയിക്കും. അവിടെയുള്ള തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുന്നിൽ നിന്ന് തുരത്തേണം. അവിടെയുള്ള തദ്ദേശവാസികളെ മൊത്തം ഞാൻ നിന്റെ കയ്യിലാക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ അവരെ തുരത്തണം. ചെയ്യരുത്. അവരുടെ ദേവന്മാരുടെ മുമ്പിൽ നീ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അവരുടെ ദേവപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നീ നിന്റെ നാട്ടിൽ നിന്ന് അവരെ തുരത്തി, നീ താമസിച്ച നാട്ടിൽ നിന്ന് അവരെ തുരത്തി, അവരുടെ ദേവന്മാരെ തുരത്തി. അതിനുശേഷം നീ പാപം ചെയ്യാൻ ഇടയാക്കരുത്. പാപം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വിഗ്രഹാരാധന. അവിടെ അവരുടെ ദേവന്മാരെ നീ ആരാധിക്കാൻ മുതിരരുത്. അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. അതായത് വളരെ വ്യക്തമായിട്ടുള്ള അന്യ സമുദായ വിദ്വേഷമാണ് ഇവിടെ പറയുന്നത്. ഒരു നാട്ടിൽ നിന്നും ആ നാട്ടിലെ ജനതയെ എന്ത് ചെയ്യുക? താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള അറിവില്ലാത്ത ജനതയെ അവിടെ നിന്ന് ഓടിക്കുക, അവരുടെ ഭൂമി മൊത്തം കൈയടക്കുക, വലിയ പ്രദേശം കൈയടക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അവിടെ ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് പെരുകി വളർന്നതിന് ശേഷം ഇവരെ എന്ത് ചെയ്യുക? അടിച്ചോടിക്കുക. ഇവരുടെ ദേവന്മാരെ എന്ത് ചെയ്യുക? അവരുടെ വിഗ്രഹങ്ങളെ അനാദരിക്കുക, അവരെ ഓടിക്കുക, അവരുടെ മക്കൾക്ക് ഭൂമിയിൽ അവകാശമില്ലാതാക്കുക തുടങ്ങിയ പരിപാടികളാണ് യഹോവയായ യേശു ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവയായ യേശു പറഞ്ഞ ആ ഒരു ഭാഗത്തിന്റെ പോയിന്റ് ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 23-27 മുതൽ 33 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. അതായത് യഹോവയായ യേശു തൻ്റെ ജനമായിട്ടുള്ള ഇസ്രായേലിയരോട് മറ്റുള്ള ജനതകൾക്കെതിരെ കലാപം, മറ്റുള്ള ജനതകൾക്കെതിരെ യുദ്ധവും അവരുടെ ഭൂമി പിടിച്ചെടുക്കാനും അവരുടെ ജനതകളെ, അവരുടെ മക്കളെ നാട്ടിൽ നിന്ന് ഓടിക്കുവാനും നടത്തിയ ആ ഒരു ഡയറക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത്. അതായത് ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെയുണ്ട് ടെററിസം ഉണ്ട്, ഭീകരവാദമുണ്ട്, ഇവിടെ നാട്ടിൽ എത്നിക് ക്ലെൻസിങ് ഉണ്ട്, അതായത് വംശശുദ്ധി എന്ന് പറയുന്ന സാധനം. അതായത് ആ വംശത്തെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുക. അവർ ദേവന്മാരെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യും? അവരവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വംശത്തിനെ അവർ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ വംശത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന രീതി. അതായത് വംശശുദ്ധി, യുദ്ധം, അതുപോലെ തന്നെ കൊലപാതകം, അവിടെ ജീവിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക? പൂർണ്ണമായി നശിപ്പിക്കുക എന്ന് പറയുന്ന കൊലപാതകം എന്ന് പറയുന്നത്.
അങ്ങനെ തുടങ്ങി ഒരു 4-5 യുദ്ധ കൃത്യങ്ങൾ നമുക്കിവിടെ യഹോവ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. യഹോവയുടെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന ബൈബിളിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. അടുത്തത് ജെറമിയായുടെ പുസ്തകം. ഇതൊരു പ്രവചന പുസ്തകമായിട്ട് പറയപ്പെടുന്ന ഒരു ഭാഗമാണ്. ജെറമിയായുടെ പുസ്തകം 20:4 ഞാൻ എടുക്കുകയാണ്. എന്നോടൊന്ന് ക്ഷമിച്ച് നിൽക്കുക പ്ലീസ്. ജെറമിയായുടെ പുസ്തകം 20:4 ഞാൻ എടുക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? യഹോവ പറയുന്നത്, ഐ വിൽ കിൽ ഓൾ ദ ഇസ്രായേലൈറ്റ്സ് ആൻഡ് ഗെറ്റ് യു ടു ദ സ്വോർഡ്. അതായത് യഹോവയെ ആരാധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലികളായിട്ടുള്ള ജനങ്ങളെ കൊല്ലും എന്ന് ഇവരുടെ ദൈവമായ യഹോവ തന്നെ പറയുന്ന ഭാഗമാണ്. അതായത് നിങ്ങൾ എന്നെ ആരാധിക്കാതിരുന്നാൽ നിങ്ങളെ മൊത്തം ഞാൻ കൊല്ലും എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവായ യഹോവ പറയുന്ന ഭാഗമാണ്. ഇതൊരു കരുണാനിധിയായിട്ടുള്ള ഒരു ദൈവമാണോ? ഒരു കരുണാവാരിധിയായിട്ടുള്ള ദൈവമാണോ? തൻ്റെ ജനങ്ങൾ തന്നെ ആരാധിച്ചില്ലെന്ന് കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു ദൈവം, ഈ ദൈവത്തെയാണോ, ഈ പിശാചിനെയാണോ ഇവർ ആരാധിക്കുന്നതെന്ന് ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ജെറമിയ പുസ്തകത്തിൻ്റെ 20:4 ഞാൻ വായിക്കാൻ പോകുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് തന്നെയും നിന്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും. അതായത് ടെറർ. ഐ വിൽ മേക്ക് യു എ ടെറർ. നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ശത്രുക്കളെ വാൾനിരയാക്കും. ഐ വിൽ കിൽ ദം ഓൾ. യൂദാ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഞാൻ നിന്റെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവർ നിന്നെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും. അതായത് എനിക്കെതിരെ നിങ്ങൾ എന്നെ ആരാധിക്കാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ മൊത്തം ബാബിലോണിന്റെ രാജാവിന് കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് നിങ്ങളെ വധിപ്പിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം. നഗരത്തിലെ സർവ്വസമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യൂദാ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും. ശത്രുക്കൾ അവർ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അതായത് തന്നെ ആരാധിച്ചില്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. തന്നെ ആരാധിച്ചില്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾക്ക്, അവരുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വന്തം ജനം തന്നെ ആരാധിച്ചില്ലെങ്കിൽ ഒരു ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇതാണോ ഒരു കരുണാനിധിയായിട്ടുള്ള ദൈവം ചെയ്യുന്ന കാര്യം? ഇതാണോ ഒരു പശ്ചാത്തപിച്ച് മടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ദൈവം ചെയ്യുന്ന, നല്ലൊരു ദൈവം ചെയ്യുന്ന കാര്യമാണോ ഇത്? സ്വന്തം ജനങ്ങളെ കൊല്ലുന്ന പരിപാടിയാണോ ഒരു നല്ലൊരു ദൈവം ചെയ്യുക എന്ന് പറയുന്നത്? കുലദേവത എന്ന് പറയുന്ന സാധനം സ്വന്തം ജനതയെ കൊല്ലുമോ? ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. നഗരത്തിലെ സർവ്വസമ്പത്തും എന്ത് ചെയ്യും? ബാബിലോണിയക്കാരെ കൊണ്ട് ഞാൻ പിടിച്ചെടുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൈവം. പിന്നെ അതിനുശേഷം ഞാൻ പോകുന്നു പിന്നീട് യഹൂദന്മാരുടെ പുസ്തകം 26:16, ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്ന തങ്ങളുടെ ദൈവം കൊടുത്ത പുസ്തകം എന്ന് പറയുന്ന 26:16 ലേവ്യ പുസ്തകം. അവിടെയും ടെററിനെ പറ്റിയാണ് ഈ യഹോവ പറയുന്നത്. ഞാൻ ഭയം വരുത്തും, നിങ്ങളുടെ ശത്രുക്കൾ എന്ത് ചെയ്യും? അത് ഭക്ഷിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർക്കിടയിലേക്ക് ഭയം വരുത്തും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഞാനത് പൂർണ്ണമായിട്ട് വായിക്കാൻ പോവുകയാണ്. അത് ലേവ്യ പുസ്തകമാണ്. മൂന്നാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിൻ്റെ 26:16 ഭാഗമാണ് ഞാൻ ഈ ബൈബിളിൽ നിന്ന് വായിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നിട്ടല്ല. നിങ്ങൾ എല്ലാവരും ബൈബിളിൻ്റെ ഓരോരോ കോപ്പികൾ നിങ്ങൾ കൈവയ്ക്കുക. ഈ വരുന്ന ക്രിസംഗികളോടൊപ്പം പറയുക, നിങ്ങളുടെ പുസ്തകത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. നിങ്ങളെപ്പോലുള്ള വർഗീയ വെറിയന്മാർ മറ്റെവിടെയും ഇല്ല. മറ്റ് ജനതകളെ കൊല്ലുന്ന രീതി. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ മൊത്തം കൈയടക്കി, ആഫ്രിക്കയിൽ പോയി ആഫ്രിക്ക മൊത്തം കൈയടക്കി, ലാറ്റിൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും പോയി അമേരിക്ക മൊത്തം കൈയടക്കി. എന്ത്? ബൈബിളും കൈ വെച്ചുകൊണ്ട് അവിടുത്തെ ജനതകളെ മൊത്തം കൊന്നൊടുക്കിയത് നിങ്ങൾ ഈ വചനങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് പറയുക അവരോട്. ഇനി 26:16 ഞാൻ വായിക്കുന്നു ലേവ്യ പുസ്തകം. എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ, ഒരു ദൈവം പറയുന്നു, ഞാനും അപ്രകാരം പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശം വരുത്തുന്ന പരിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും, നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും, ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും, പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. അതായത് കാരുണ്യവാനായ ഒരു ദൈവം, ഇവരുടെ ക്രിസ്ത്യാനികളുടെ ദൈവം പറയുന്ന കാര്യമാണ്. ഈ ദൈവത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവം കൊടുത്ത പ്രമാണങ്ങൾ എന്ത് പാലിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? അവരുടെ ഹൃദയങ്ങളിലേക്ക് ഭയം ഇട്ടുകൊടുക്കും, ടെറർ ഉണ്ടാക്കും.
ഭീകരത ഞാൻ ഉണ്ടാക്കും, ക്ഷയമുണ്ടാക്കും ഞാൻ, കണ്ണുകൾക്ക് ഹാനി, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ഞാൻ എടുത്തു കളയും, നിങ്ങളുടെ ജീവന് നാശം വരുത്തുന്ന പനി ഞാൻ ഉണ്ടാക്കും, നിങ്ങൾ വിതയ്ക്കുന്നതിനെ ഞാൻ ചുമ്മാതാക്കും, നിങ്ങൾ വിതയ്ക്കുന്ന സാധനം കൊയ്തെടുക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കും, നിങ്ങളെ വധിച്ചിട്ട് നിങ്ങളുടെ ശത്രുക്കൾ അത് കൊയ്തെടുത്ത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും, പിന്നെ ഞാൻ നിങ്ങളുടെ മുഖത്തോട്ട് നോക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ കേൾക്കില്ല. ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ ഞാൻ ശത്രുക്കൾക്ക് കൊടുത്തിട്ട് ഞാൻ ഒളിച്ചോടിപ്പോവും. ഞാൻ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ വധിക്കും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. അതായത് നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ച് ഞാൻ കൊടുക്കും. പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. നിങ്ങൾ ടെററിസ്റ്റുകളെ കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടോടും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ടെററിസ്റ്റുകൾ ഭയം വിതയ്ക്കും. ആ ടെററിസ്റ്റുകൾക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു യഹോവയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? അതായത് ഈ പറയുന്ന കാരുണ്യവാനായ ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, ആ കാരുണ്യവാനായ ക്രിസ്ത്യാനികളുടെ ദൈവം പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ദൈവം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. സ്വന്തം ജനത്തെ എന്ത് ചെയ്യും? ഭയം ഉണ്ടാക്കും, അവരിൽ ക്ഷയമുണ്ടാക്കും, അവരിൽ അന്ധതയുണ്ടാക്കും, അവരിൽ പനി വരുത്തും. അവർ വിതയ്ക്കുന്ന സാധനങ്ങളെ അവർക്ക് തിന്നാൻ പറ്റില്ല, അവരുടെ ശത്രുക്കൾ അത് തിന്നുകൊണ്ട് പോകും. പിന്നെ എന്ത് ചെയ്യും? ശത്രുക്കൾ അവരെ വധിക്കും. പിന്നെ അതുപോലെ തന്നെ അവരെ വെറുക്കുന്ന ആൾക്കാർ അവരെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും ഭയപ്പെട്ടോടും. അവരിലേക്ക് ടെറർ ഉണ്ടാക്കും. ടെറർ കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായും. ഇതിനുശേഷം ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ, ഇത്രയും ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. അതും പോരാ, നീ 7 ഇരട്ടി ശിക്ഷിക്കുന്ന ഒരു കാരുണ്യവാനായ ക്രിസ്ത്യാനികളുടെ യേശു എന്ന യഹോവയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ജെറമ്യാ പുസ്തകത്തിൻ്റെ 20:4 അതായത് യേശു എന്ന യഹോവ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. അതായത് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസ്റ്റുകൾ ചെയ്യുന്ന പണിയാണ് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത് ആവശ്യപ്പെടുന്നു, നിങ്ങളിത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന ദേശത്ത് ഇത്ര സമയത്ത് 10:30 മണിക്ക് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഇന്ന സ്ക്വയറിൽ ജനങ്ങൾ കൂടുന്നിടത്ത് ഞങ്ങൾ ബോംബ് പൊട്ടിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് ടെററിസ്റ്റുകളുടെ ശൈലിയാണ്. ഭീകരവാദികളുടെ ശൈലിയാണ്. ആ ഭീകരവാദികളുടെ ശൈലിയിലാണ് യഹോവ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അടുത്തത് ഡ്യൂട്ടറോണമി 2:25, അതായത് നിയമാവർത്തന പുസ്തകം 2:25 ഞാൻ വായിക്കാൻ പോകുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെപ്പറ്റി ഭയം ജനിപ്പിക്കും, നിങ്ങളെ കേൾക്കുന്ന മാത്രയിൽ ജനം വിരണ്ടോടും. അതായത് എന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ഭയങ്കരന്മാരാക്കും, ഞാൻ നിങ്ങളെ ടെററിസ്റ്റുകളാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ ജനങ്ങൾ ഭയപ്പെടും. ഒരു ദൈവം പറയുന്നതാണ്. അതായത് സ്വന്തം ജനത്തോട് ടെററിസ്റ്റുകളാവാൻ പറയുന്ന ഒരു ജനം, ഒരു യഹോവയായ ദൈവം, ഒരു യേശു എന്ന് പറയുന്ന സ്വന്തം യേശു എന്ന് പറയുന്ന ദൈവം ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ടെററിസ്റ്റുകളായിട്ട് മാറണം. നിങ്ങളെ ഞാൻ ടെററിസ്റ്റുകളാക്കി മാറ്റും. എന്ത് ചെയ്യാം? എന്നെ ആരാധിച്ചാൽ മാത്രം. നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ എന്ത് ചെയ്യും? ജനം വിരണ്ട് ഓടും. അത് ഞാനൊന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 2:25. ഇന്ന് ഞാൻ ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുമ്പിൽ വിറങ്ങലിക്കുകയും ചെയ്യും. ഒന്നുകൂടെ കേട്ടോ. സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും, അതായത് ടെറർ, പരിഭ്രമം എന്ന് പറഞ്ഞാൽ ടെറർ, ഭയം എന്ന് പറഞ്ഞാൽ ഫിയർ, ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കും. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കും. അവരെന്ത് ചെയ്യും? വിറയ്ക്കും. നിങ്ങളുടെ മുമ്പിൽ വിറങ്ങലിക്കും. നിങ്ങൾ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവർ വിറയ്ക്കും. ആരെ മുമ്പിലാണ് വിറയ്ക്കുന്നത്? കാരുണ്യവാനായ ഒരു ദൈവത്തിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ഇവര് വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ വിറയ്ക്കും. ഇതാണോ കാരുണ്യവാനായ ദൈവത്തിന്റെ ആൾക്കാർ? ഈ പറയുന്ന യേശു ക്രിസ്തു എന്ന ഈ ചതിയന്റെ, ഈ പറയുന്ന ഈ യഹോവയുടെ ഈ കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ വിറയ്ക്കും. അതാണ് യൂറോപ്യന്മാരൊക്കെ വന്നിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരും മറ്റു ദേശങ്ങളിലെ രാജാക്കന്മാരും വിറയ്ക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. യവന്മാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും അവന്മാരെ കയ്യിലാണ്. യവന്മാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. വിറച്ചുകൊണ്ടാണ് അവർക്ക് സദസ്സുകളിൽ അവർക്ക് ഇരിപ്പിടം കൊടുക്കുന്നത്, ചർച്ചകൾ നടത്തുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ നരാധമന്മാരെ പേടിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് ചെയ്തു വരുന്ന യുദ്ധങ്ങൾ മൊത്തം ക്രിസ്ത്യാനികൾ പരസ്പരം ചെയ്യുന്നതാണ്. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും നടന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പരസ്പരം രാജ്യങ്ങളെ കൊല വിളിച്ചു. ആരുടെ പേരിൽ?
എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. 66 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി ആരായിരുന്നു? ക്രിസ്ത്യാനിയായ ഹിറ്റ്ലറാണ് കൊന്നൊടുക്കിയത്. അതിന് കൂട്ടുനിന്നത് കത്തോലിക്ക സഭയാണ്. ആർക്കെങ്കിലും അറിയാമോ അതിന്റെ ചരിത്രം? കത്തോലിക്ക സഭയാണ് അതിന് കൂട്ടുനിന്നത്. അതിനുശേഷം നാസികളെ കീഴടങ്ങി, ജർമ്മനി കീഴടങ്ങിയതിനു ശേഷം ഈ നാസികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച സഭയാണ് കത്തോലിക്ക സഭ, യേശുവിന്റെ സഭ. നാസികളായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? പിടിച്ച് ജനം വിചാരണ ചെയ്യുന്നതിന് മുമ്പേ അവരെ നാട് കടക്കാൻ, അവർക്ക് കള്ള പാസ്പോർട്ട് അടിക്കാൻ അഭയം കൊടുത്ത, സമയം കൊടുത്ത, സൗകര്യം കൊടുത്ത സഭയാണ് കത്തോലിക്ക സഭ, ഇറ്റലിയിലെ റോമിലെ സഭ. എത്ര പേർക്കറിയാം ഇതിന്റെ കാര്യം? അതാണ് ഈ പറയുന്നത്. ഈ നരാധമന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ചെയ്തു കൂട്ടിയ കൃത്യങ്ങൾക്ക് കണക്കില്ല. പല സംസ്കാരങ്ങളെയും തച്ചുടച്ചു, നശിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ ഭീകര മതത്തിനെ ഈ ലോകം മൊത്തം സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തം സംസ്കാരങ്ങളെയും തച്ചുടച്ചു കളഞ്ഞു. പല ജീവിത ശൈലികളെയും തച്ചുടച്ചു. പല ട്രൈബ്സിനെയും നശിപ്പിച്ചു. പല രാജ്യങ്ങളെയും നശിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്തുമതം വളർത്താൻ പല രാജ്യങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ചൈനയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ചൈനയിൽ കള്ളും കഞ്ചാവും കൊടുത്തുകൊണ്ട് അവരെ മതം മാറ്റാൻ ശ്രമം നടത്തി. കഞ്ചാവ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അവിടേക്ക് ഇറക്കുമതി ചെയ്തതിന് ശേഷം അവരിലെ ക്രിസ്തുമതം വളർത്താൻ മിഷണറി പ്രവർത്തകർ ശ്രമിച്ചു, മതം വളർത്താൻ. അങ്ങനെയുള്ള ഒരു ക്രിസ്തുമതത്തിന്റെ ചരിത്രം നമുക്ക് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന വിധത്തിൽ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റും. ഇവരുടെ മുൻഗാമികൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിലേക്കൊന്ന് വായിക്കാം. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നിയമാവർത്തന പുസ്തകം 2:25, ഇന്ന് ഞാൻ ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രാന്തിയും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുമ്പിൽ വിറങ്ങലിക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികളായ ജനങ്ങളെ കാണുമ്പോൾ, യഹോവയുടെ യേശുവിന്റെ ആൾക്കാരെ കാണുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾ ഭയന്ന് വിറയ്ക്കും, പരിഭ്രമം ഉണ്ടാക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു യഹോവ, തീവ്രവാദം, ഭീകരവാദം പഠിപ്പിക്കുന്ന ഈ പുസ്തകമാണ് ലോകത്തിലെ സകല തീവ്രവാദത്തിനും സകല ഭീകരവാദത്തിനും കാരണം. എന്നിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നതോ മറ്റു പുസ്തകങ്ങളിലൊക്കെ. നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ നോക്കരുതേ, എൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റു പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക, എൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട. മറ്റുള്ളവരാണ് ഭീകരവാദികൾ, ഹിന്ദുക്കളാണ് തീവ്രവാദികൾ, മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ, സിഖുകാരാണ് തീവ്രവാദികൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് തീവ്രവാദികൾ. അല്ലാതെ ഞങ്ങളല്ല, ഞങ്ങളെ നോക്കണ്ട, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല, എന്നെ നോക്കണ്ട അമ്മാവ, വേറെ നിങ്ങൾ നോക്കിക്കൂ എന്ന് പറയുന്ന ശൈലിയാണ് ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾക്കുള്ളത്, ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ബാക്കി വായിക്കുന്നു. ഇങ്ങനെ ഇത്രയും ഭയം ജനിപ്പിച്ചതിന് ശേഷം അടുത്ത യഹോവയുടെ ഒരു വചനമാണ്. അടുത്ത യഹോവ യേശുവായി വന്നതിന് ശേഷം യേശു പറയുന്ന വാക്കാണിതായത്: എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ ശത്രുക്കളെ വധിച്ചു കളയുവിൻ എന്ന് യേശു പറയുന്ന വാക്ക്. എൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ ശത്രുക്കളെ വധിച്ചു കളയൂ എന്ന് ക്രിസ്ത്യാനികളുടെ ദൈവമായ യഹോവയായ യേശു പറയുന്ന വാക്ക് ലൂക്കായുടെ പുസ്തകം 19:27 പറയുന്നത്. ഞാൻ ആ ഭാഗം അതേപോലെ ഞാൻ വായിക്കാം. ലൂക്കായുടെ പുസ്തകം 19:27. എല്ലാവരും ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്യുക. അവിടെ യേശു പറയുന്നു, യേശു ജെറൂസലേമിന്റെ അടുത്തേക്ക് വന്നു നിന്നു. ജെറൂസലേം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പേ യൂദിയായുടെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ്. ആ തലസ്ഥാനത്ത് റോമക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു വന്നിട്ട് തലസ്ഥാനത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, സ്വന്തം ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരിക്കുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവൻ. യേശു പറയുന്ന വാക്കുകൾ, ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ, എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകള എന്ന് പറയുന്ന ഒരു ദൈവത്തെ യേശുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാവരും നോട്ട് ചെയ്യേണ്ട വചനമാണ്. ഇവർ പഠിപ്പിക്കുന്ന യേശു സമാധാനത്തിന്റെ സന്ദേശവുമായി വന്ന യേശുവാണെന്ന് പഠിപ്പിക്കുന്ന യേശു പറയുന്ന കാര്യമാണ്. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കൊന്നുകള എന്ന് പറയുന്ന ഒരു യേശുവിനെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുക. ഇത്രയും നേരം യേശുവിന്റെ യഹോവയാണ് സംസാരിച്ചെങ്കിൽ, യഹോവയുടെ രൂപത്തിൽ വന്ന യേശുവാണ് സംസാരിച്ചെങ്കിൽ, ഇപ്പോൾ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ കൊന്നുകളയുവനെ. ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന തീവ്രവാദത്തിന്റെ അങ്ങേയറ്റം. ഇന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചെയ്യുന്നതല്ലേ, അമേരിക്ക ചെയ്യുന്നതല്ലേ? അമേരിക്ക വിയറ്റ്നാം എന്ന് പറയുന്ന പാവപ്പെട്ട രാജ്യത്ത് ചെയ്തത് എന്താണ് ചെയ്തത്? പോർച്ചുഗീസുകാരും പിന്നെ അതുപോലെ തന്നെ സ്പെയിൻകാരും
ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്ത് ചെയ്തത് എന്താണ്? ഇന്ന് അവിടെ മൊത്തം ക്രിസ്ത്യാനികളല്ലേ? എങ്ങനെ ക്രിസ്ത്യാനികൾ ഉണ്ടായി? ഗോവ എന്ന് പറയുന്ന രാജ്യത്ത് മൊത്തം ക്രിസ്ത്യാനികളല്ലേ? ഗോവ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനുള്ളിലെ സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളല്ലേ? 1960 വരെ അവിടെ ഭരിച്ചത് സ്പെയിൻ പോർച്ചുഗീസുകാരല്ലേ? എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന സാത്താനെ അവിടെ വരുത്തുകയും അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹത്തിനെ നരാധമന്മാരെന്ത് ചെയ്തു? അവരുടെ ചെവി മുറിക്കുകയും അവരുടെ കൈകാലുകൾ മുറിക്കുകയും 60,000-ഓളം പേരെ കൊല്ലുകയും അവരുടെ കുട്ടികളെ തടവുകാരാക്കുകയും ചെയ്തതിന് ശേഷം അവരെ ക്രിസ്തുമതം പഠിപ്പിച്ച് തലയിലേക്ക് കയറ്റിയിട്ടാണ് അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയത്. ആ പെർസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊങ്കണി സമുദായം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കർണാടകയിലെ പല ഭാഗങ്ങളിലേക്കും ഓടിപ്പോയി. ഇന്ന് അവിടെ ജീവിക്കുന്ന ബ്രാഹ്മണ സമുദായങ്ങൾ ഗോവയിൽ താമസിച്ച ബ്രാഹ്മണ സമുദായത്തിന്റെ പിന്മുറക്കാരാണ്. എന്തുകൊണ്ട് അവർക്ക് അവിടെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു? പോർച്ചുഗീസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ സാത്താനിക സഭയിൽ നിന്ന്, റോമിലെ സാത്താനിക സഭയിൽ നിന്ന് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന സാത്താൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ കൈയും കണക്കും കണക്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എണ്ണി തീർക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് മക്കയിലേക്ക് പോയ മുസ്ലിങ്ങളുടെ കപ്പലിനെ മൊത്തം ആക്രമിച്ചു. മുസ്ലിങ്ങളുടെ കപ്പലിനെ മൊത്തം ആക്രമിച്ചതിന് ശേഷം അവരുടെ സ്വർണം കവർന്നു. അവരെ മൊത്തം കൊന്നു കളഞ്ഞു. ഞങ്ങൾ സ്വർണം തരാം, നിങ്ങൾ ഞങ്ങളുടെ ജീവനെ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ കപ്പൽ മൊത്തം തകർത്ത് കളഞ്ഞു. അവരെ കൊന്നു കളഞ്ഞു. അതിനുശേഷം സാമൂതിരി രാജാവ് ഭരിക്കുന്ന കോഴിക്കോട് വന്നിട്ട് സാമൂതിരി രാജാവിനെ വിരട്ടാൻ തുടങ്ങി. എന്തിനാ? ഇന്ത്യയുടെ തീരത്ത് പോകുന്ന കപ്പൽ അങ്ങ് 6,000 കിലോമീറ്റർ 7,000-8,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പോർച്ചുഗീസുകാർക്ക് ഈ സമുദ്രം വേണം അത്രേ. ഈ സമുദ്രത്തിലൂടെ പോകുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക്, സാമൂതിരിയുടെ കപ്പലുകൾക്ക്, ഇന്ത്യക്കാരുടെ കപ്പലുകൾക്ക് ഈ സമുദ്രത്തിൽ കൂടെ പോകാൻ പോർച്ചുഗീസുകാരൻ ക്രിസ്ത്യാനിയുടെ ലൈസൻസ് വേണം. ഇല്ലാതെ ഒരു കപ്പലും ഓടിക്കാൻ പറ്റില്ല. ഇത് 16-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. സഭ എഴുതി കൊടുത്തു, എഴുതി കൊടുത്തു. സഭ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി കീഴടങ്ങിക്കൊള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ മൊത്തം ലാൻഡിനെ മൊത്തം, ഭൂമിയെ മൊത്തം ക്രിസ്ത്യൻ സഭയോട് ചേർക്കുക എന്ന് പറഞ്ഞു. ആരെ വിട്ടിരിക്കുകയാണ്? ഫ്രാൻസിസ് സേവിയർ വിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ആരെ വിട്ടിരിക്കുകയാണ്? 1948 1498 കപ്പലിറങ്ങിയ വാസ്കോഡ ഗാമയെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ തീരം മൊത്തം കൈവശപ്പെടുത്താൻ, ഇന്ത്യൻ ഭൂമി കൈവശപ്പെടുത്താൻ. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ബൈബിളിലെ ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചു തന്നത്. ഈ ഭൂമി മൊത്തം നിങ്ങൾ പിടിച്ചെടുക്കുകയില്ല എന്ന് യഹോവ പറയുന്ന ഭാഗം ക്രിസ്ത്യാനികളോട്. ഇതല്ലേ, ഈ ഗ്രന്ഥമല്ലേ ഇന്ന് ഇവർ വിശ്വസിക്കുന്നത്? ഈ ഗ്രന്ഥം വെച്ചുകൊണ്ടല്ലേ ഇവർ ആഫ്രിക്ക മൊത്തം പിടിച്ചെടുക്കുന്നത്? ഈ ഗ്രന്ഥം വെച്ചുകൊണ്ടല്ലേ ഇവർ ലാറ്റിൻ അമേരിക്ക മൊത്തം പിടിച്ചെടുക്കുകയും അവിടെ ഇന്ന് മൊത്തം ക്രിസ്ത്യാനികളായി മാറിയത്? നിങ്ങൾ നോക്കൂ, അർജന്റീന, പെറു, ബൊളീവിയ, ബ്രസീൽ തുടങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മൊത്തം പോർച്ചുഗീസ് കൺട്രോളിലായിരുന്നു, സ്പെയിനിന്റെ കൺട്രോളിലായിരുന്നു. അവിടെ മൊത്തം അവരെ ക്രിസ്തുമതം വ്യാപിപ്പിച്ചുകൊണ്ട് അവിടെ നായാടി നടന്ന പാവപ്പെട്ട ജനങ്ങളെ മൊത്തം കൊന്നൊടുക്കിയവർ. സ്വന്തം ദൈവങ്ങളെ ആരാധിച്ചിരുന്ന, വലിയ വലിയ പിരമിഡുകൾ നിർമ്മിച്ചിരുന്ന, വലിയ വലിയ സംസ്കാരത്തിന്റെ ഉടമകളായിരുന്ന ആൾക്കാരെ മൊത്തം കൊന്നുകൊണ്ട്, അവരുടെ എണ്ണം കുറച്ചുകൊണ്ട് അവരിൽ ക്രിസ്തുമതം വളർത്തി. ഇതാണ് അവർ ചെയ്തത്. ഇനിയും പറയാൻ ഒരുപാട് വചനങ്ങളുണ്ട്. ഇന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരിക്കലും തീരില്ല. ഇത് 1-2 ദിവസം ഡിസ്കസ് ചെയ്താൽ തീരാത്ത അത്രയും ഇതിന്റെ നോട്ടുകൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി. ഇനി ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇനി പതുക്കെ ഓരോരോ ദിവസങ്ങളിൽ വരാം. ഈ റൂമിനെ സജീവമാക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസാരിക്കാൻ അവസരം തന്നതിന് റാണിയോടും